ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് കേട്ടോ. ഇനി തേങ്ങ ഇല്ലെന്നും പറഞ്ഞ് ആരും ചമ്മന്തി ഉണ്ടാക്കാതിരിക്കണ്ട. ഇന്ന് അടിപൊളി ടേസ്റ്റുള്ള ഒരു ചട്നിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലെ കുട്ടി കുട്ടി ദോശയും കൂടെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ നല്ലതാണ്. ഇതുപോലെ ചെറിയ ചെറിയ ദോശകളുണ്ടാക്കി ഈ ഒരു ചട്നിയും കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. സവോളയും തക്കാളിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ പലതരത്തിലുള്ള ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? ഇതൊന്നും അല്ല കേട്ടോ. ഇത് ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. അപ്പോൾ ഇതങ്ങ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവോളയും തക്കാളിയാണ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ വേണം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മിൻറ്റിൻ്റെ ലീഫും കൂടെ ചേർക്കാമെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ മിൻറ്റ് ലീഫ് ചേർക്കാതെയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ആദ്യമേ തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പ് മതി കേട്ടോ. അതൊന്ന് ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് സവോളയൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ട് നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ അധികം ഒന്നും വേണ്ട കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ഇഞ്ചിയും വെളുത്തുള്ളി. രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു 2 തക്കാളി ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും ചേർത്താൽ മതി കേട്ടോ. 2 തക്കാളിയും ഒരു ചെറിയ 2 തക്കാളിയും 2 വലിയ സവോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ സവോള ഇതുപോലെ ചെറുതാക്കി ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് മുളക് ഇട്ട് കൊടുക്കേണ്ടത് എരിവിൻ്റെ അനുസരിച്ച് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ കളറും കിട്ടും, അധികം എരിവും ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചക്കുത്ത് പോകുന്നവരം വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവോളയൊക്കെ നല്ലതായിട്ട് സോഫ്റ്റായി വരുന്നവരം വരെ വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് കനം കുറച്ച് അരിഞ്ഞ് വെച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് മല്ലിയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മല്ലിയില വേവിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ചമ്മന്തി പെട്ടെന്ന് കേടായി പോയിരിക്കാൻ കേട്ടോ ഞാൻ ഇതും കൂടെ ഇതുപോലെ ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ആ തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചൂടെല്ലാം പോയ ശേഷം നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഭയങ്കര പേസ്റ്റ് പോലെ അരയുന്നില്ല കേട്ടോ, എന്നാലും ഒരുമാതിരി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ. അധികം വെള്ളമായി പോകണ്ട കേട്ടോ. അധികം വെള്ളമായി പോയാൽ ചമ്മന്തിയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവേ. എന്നിട്ട് അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് താളിച്ചും കൂടെ ചേർക്കാം. കടുക് ചേർക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തി ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെയും പിന്നെ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഓർത്ത് പിള്ളേർക്കൊക്കെ കഴിക്കാനായിട്ടൊരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ദോശകൾ ഉണ്ടാക്കാമെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടാവില്ലേ. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ദോശകൾ ഉണ്ടാക്കി കേട്ടോ. സ്കൂളിലേക്ക് ടിഫിനായിട്ട് കൊടുത്തു വിടാനായിട്ടാണ് കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞു ദോശ ഉണ്ടാക്കിയത്. അപ്പോൾ അതുപോലെ ഓരോന്ന് ദോശ എടുത്ത് അവർക്ക് കഴിക്കാനായിട്ട് പറ്റും. മുറിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ.